ആചാരപ്പെരുമയാൽ പേരുകേട്ട ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിൽ പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന കളങ്ങര മഹാദേവ ക്ഷേത്രം. ദേവിക്കും പരമശിവനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കളങ്ങര ക്ഷേത്രം. പൊന്മന പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാമി. തെക്കൻ കേരളത്തിൽ മഹാദേവന്റെ പൂർണ്ണതയായ വിഗ്രഹമുള്ള ഏക ക്ഷേത്രമാണ് കളങ്ങര ക്ഷേത്രം. ഉത്തര കേരളവും ദക്ഷിണ കേരളവും ഏറ്റുമുട്ടിയ വെടിക്കെട്ട് നടന്ന ചരിത്രം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അറബിക്കടലിന്റെ ഓരത്ത് ഭക്തിയുടെ പാരമ്പര്യം പേറുന്ന ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് എത്താറുള്ളത്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങും മുൻപ് ഈ ക്ഷേത്രത്തിൽ വന്ന് കൈകൂപ്പി തൊഴുതാൽ അവരുടെ വലകളിൽ ധാരാളം മത്സ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. യോഗനിദ്രാഭാവത്തിലുള്ള പരമശിവനൊപ്പം ദേവിക്കും തുല്യ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ തന്നെ യോഗനിദ്ര ഭാവത്തിലുള്ള എന്ന് പറയാൻ ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പരമശിവനോടെ കുടികൊള്ളുന്നത് ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ്, യോഗനിദ്രയിലാണ്. പക്ഷേ യോഗനിദ്രയിലാണെങ്കിലും പലപ്പോഴും ഉണരുമെന്നും ഭക്തർക്ക് എപ്പോഴും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാശിവക്ഷേത്രമാണ് കളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം. പൂർണ്ണ രൂപത്തിരിക്കുന്ന ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വന്ന് മുഴുത്ത ഹോമങ്ങളും വഴിപാടുകളും ജലധാരകളൊക്കെ നടത്തുന്നുണ്ട്. ശനിയാഴ്ച തോറും കൂടുതലും നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാട് പിടിച്ചു കിടന്ന പ്രദേശത്ത് യോഗി വര്യനെത്തി പൂജ ചെയ്യുന്നത് കാലിമേക്കാനെത്തിയ കുട്ടികൾ കാണുകയും പിൽക്കാലത്ത് അത് പരമശിവന്റെ ഭാവമായിരുന്നെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്രത്യക്ഷമായ യോഗിയെയും വിഗ്രഹത്തെയും പിന്നീട് കണ്ടിട്ടില്ല. ഇതിനെ തുടർന്നാണ് പരമശിവന്റെ വിഗ്രഹം സ്ഥാപിച്ച് ആരാധന ആരംഭിച്ചത്. 500 വർഷത്തിന് മുൻപ് ഇവിടെ കാലിമേക്കാൻ വന്ന കുട്ടികളാണ് ഈ കാട്ടിൽ നിന്ന് മണിയടി കേട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു യോഗി, കാഷായ വസ്ത്രം ധരിച്ച ഒരു യോഗി ഇരുന്ന് പൂജ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ വിഗ്രഹം വെച്ച് പൂജ ചെയ്യുന്നു. അപ്പോൾ പിൽക്കാലത്താണ് അറിയുന്നത് അത് പരമശിവൻ്റെ ഒരു രൂപമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ഇവിടെ ഈ നിൽക്കുന്ന ഭാഗത്തൊരു ചെറിയൊരു ശിവവിഗ്രഹം ഇരിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു. കളങ്ങര കമ്പവും ഉത്സവമൊക്കെ പൊന്മന നാടിന്റെ ഐശ്വര്യമുയർത്തി. പ്രകൃതിക്ഷോഭങ്ങൾ നാടിനെ അലട്ടിയപ്പോഴാണ് കടലിന് അഭിമുഖമായി ഭദ്രകാളി ദേവിയുടെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന ആരംഭിച്ചത്. ഇതിനുശേഷം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിശ്വാസം. ന്യൂസ് മലയാളം, കൊല്ലം.